എന്താണ്? ധൈര്യമുണ്ടോ? ആഹാ കൊള്ളാല, ഇങ്ങോട്ട് നോട്ട്. മുടിയണ്ട. ഇതാരാണ്? ഇത് പാറമട ജോയി മോൻ. പാറമട ജോയിയാ? എന്തിനാണ് മോളെ യവനെയൊക്കെ വരയ്ക്കണത്? വരച്ചു കഴിഞ്ഞ് ഇനി കത്തിക്കണം. അത് കൊള്ളാം, അത് കൊള്ളാം. എന്താണ് രാവിലെ കുളിച്ചാണ്? ഓ, ഞാനിന്ന് പോകാൻ പോണോ? പിന്നെ അല്ലാതെ. എത്ര ദിവസമായി വന്നിട്ട്? 5 വിളി ചോദിച്ചു വരുന്നില്ലേന്ന്. അതുമല്ല, ആ കടയിലെ ചിറക്കം കിടന്ന് ഒരേ വിളി, നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇവിടെ എല്ലാരും പറയണത് ശരിയാണല്ലേ? എന്തോന്ന് എല്ലാരും പറഞ്ഞ ശരിയാണ്? അല്ല, ചേട്ടന്റെ ഭാര്യ ഭയങ്കര പേടിയാണ്. ഇതൊക്കെ ആര് പറയണത്? ചുമ്മാ ഓരോന്ന് തമാശക്ക് പറയണല്ലേ അതൊക്കെ? ചുമ്മാതൊന്നും അല്ല അമ്മായി, ഞാൻ പറഞ്ഞു കൊടുക്കട്ടാ. എന്തോന്ന് പറഞ്ഞു കൊടുക്കട്ടാ? കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ പിന്നെ കഴുത്തിന് കുത്തി പിടിച്ചു പറ. അമ്മായി, ഒരു ദിവസേ നമ്മള് ചിറ്റപ്പന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മള് ജസ്റ്റ് കുഞ്ഞമ്മനെ ഒന്ന് കളിയാക്കി. അപ്പൊ ചിറ്റപ്പനും സപ്പോർട്ട് ചെയ്ത്. അത് കഴിഞ്ഞുണ്ടല്ലോ, കുഞ്ഞമ്മ കയ്യും കണ്ണൊക്കെ കാണിച്ച് ചിറ്റപ്പനെ നേരെ അടുക്കളയെ കൊണ്ടുപോയി. ഞാൻ നൈസായിട്ട് പുറകെ പോയി. ഞാൻ നോക്കിയപ്പോ ചിറ്റപ്പൻ ഏറില്ലേ കഴുത്തിന് കുത്തിപ്പിടിച്ചേക്കുവാണ്. എന്നെ കളിയാക്കില്ല മനുഷ്യന്നൊക്കെ പറഞ്ഞിട്ട്. അതങ്ങനല്ല. അതെ നമ്മളെല്ലാരും കൂടെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോഴേ എന്തോ ഒരു സാധനം വേണമായിരുന്നു. അപ്പൊ അവളെ എന്നെ അകത്ത് വിളിച്ചോണ്ട് പോയിട്ട് ഇവരാരും കേൾക്കാതെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെവിയില് കാര്യം പറഞ്ഞതാണ്. എവളാരടക്ക് അങ്ങനെ വിചാരിച്ചു തെറ്റിദ്ധരിച്ച്. ഒരു തെറ്റിദ്ധാരണയല്ല, നമുക്കറിയാം കേട്ടാ. എന്തിനറിയാം? என்ன சொல்றீங்க? எனக்கு ஒண்ணுமே புரியல. நீங்க எல்லாம் ரொம்ப ஸ்பீடா பேசுறீங்க. கொஞ்சம் மெதுவா பேசினா எனக்கு எல்லாமே புரியும். ഞാൻ പറഞ്ഞുതരാം ആന്റി. ചിറ്റപ്പന്റെ വൈഫിലെ 5 കുഞ്ഞമ്മ, 5 കുഞ്ഞമ്മേനെ ചിറ്റപ്പന് ரொம்ப ഭയം. பயமா? 5 குஞ்சம்மான்னா டெரரா? ഭയങ്കരமான ആള്, ടെറർ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ഈ പിള്ളേരെ കാര്യം അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ തമാശ പറയണത്. അത് അന്ന് എന്തോ ഇവൾ അങ്ങനെ ബാക്കിൽ നോക്കിയപ്പോഴ് നമ്മളെ കൂടെ സംസാരിച്ചു കേട്ടു, അത്രേ ഉള്ളൂ. ഞാനൊക്കെ നമ്മൾ കണ്ടതാ അത്. എന്തിനാണ് ഇവിടെ സംസാരം ഉള്ളി സംസാരം? കഴിക്കാമല്ലോ റെഡിയായ? பசிக்குதா? அவ்வளவுதானா? புட்டு ரெடி ஆயிட்டு இருக்கு, கடலைக்கறி வெந்துட்டே இருக்கு. കടലക്കറി വെന്തിട്ടൊന്നുമില്ല, അടുപ്പേ ഇരിക്കുന്നേ ഉള്ളൂ. எனக்கு ரொம்ப பசிக்குதா அம்மா? എന്ന് പറഞ്ഞ അടുപ്പേ ഇരിക്കുന്ന സാധനം വേവണ്ടായോ? അത് വേഗം വേണ്ട, കുറച്ച് നേരത്തെ ഒക്കെ ചെയ്യണം. ഇവിടെ ആവശ്യമുള്ള സംസാരിച്ചോണ്ടിരിക്കുന്നതിന് പിന്നെ നീ എന്താ നോക്കിക്കുന്ന? എനക്ക് ചെയ്തുകൂടായോ? എടേ കുറച്ച് അടങ്ങടേ, സമയമായി വരണല്ലേ ഉള്ളൂ. എന്തൊരു സമയം പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നോണ്ടല്ലേ ഇങ്ങനെ പ്രശ്നമൊക്കെ. ടക്കനെ പരിപാടി കഴിഞ്ഞാൽ ടക്കനെ ഫുഡ് എടുക്കണ്ടേ? എന്നാ നീ പോയി ടക്കനെ അങ്ങ് ചെയ്യേ. എടാ സാധാരണ എല്ലാ ദിവസവും 8:30 ആകുമ്പോ ടക്കനെ ഭക്ഷണം മുമ്പിൽ എത്തണതല്ലേ? ഇന്നിപ്പോ 9 ആയി, ചിലപ്പോ 9:30 ആവും, 10 ആവും, 11 ആവും. കുറച്ചു നേരം പട്ടിണി കിടന്നെന്നും പറഞ്ഞ് ടക്കന് ചത്തൊന്നും പോകില്ലല്ലോ. ഞാൻ ചിലപ്പോ ടക്കനെ ചത്തുപോയെന്നിരിക്കും. എടാ മക്കളെ, പുട്ടായെന്ന് പറഞ്ഞു ടക്കനെ 2 പപ്പടം എടുത്ത് പൊരിച്ച് അങ്ങ് അടിക്കടാ. ഞാൻ ടക്കനെ 2 പപ്പടം എടുത്ത് പൊരിക്കാനാ? എന്താടാ പൊരിക്കാൻ പറ്റൂലേ? അവിടെ പപ്പടം ഉണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്. പൊരിക്കുമ്പോ ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് നീ പൊരിക്കും. അങ്ങനെ ഇപ്പൊ ഞാൻ പപ്പടം പൊരിച്ചിട്ട് ഇവിടെ എല്ലാരും കഴിച്ചാവല്ല എന്നെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നീയൊക്കെ കഴിച്ചത് തന്നെ. ചേച്ചി കുറെ നേരമല്ലേ? നീ പോയി റൂമിൽ ചെന്നിരിക്കേ. ആഹാരം റെഡി ആവുമ്പോ നിന്നെ വിളിക്കാം. ചെല്ലടാ. ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് വിശന്നാലേ ഞാൻ ദേഷ്യം വരികട്ടോ. ഞാൻ അവന്റെ അച്ഛനെ പോലെ തന്നെ. ഞാൻ ഇവിടെ എന്നാ ശരിയായിട്ട് ഞാൻ പോ. എനിക്ക് ഫുഡ് തരാൻ ആർക്കെല്ലാം എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? ഇല്ല മോനെ വേവട്ടെ, തരാ. വെന്തിട്ട് തന്നോല്ലേ? പാവം, അവൻ കഴിക്കാതെ പോയി. കഴിക്കാറാവുമ്പോ വന്നോളൂ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.